നമസ്കാരം, ദീപാലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടിക്കാൻ നേരത്ത് ജോയിൻറ്റുകൾ അടിച്ച് മടക്കുക എന്നാണ് ലക്ഷ്യബോധം. അത് മടക്കിയിട്ട് എങ്ങനെ അഭ്യാസം ചെയ്യുന്നത്? നമ്മുടെ കാലിൻ്റെ ബാലൻസ് കളയുക, എന്നിട്ട് അറ്റാക്ക് ചെയ്യുക എന്നാണ് ലക്ഷ്യബോധം. ഇത് ഒരാളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കൂടെ നിൽക്കുന്ന പ്രദീപാണ്. പ്രദീപിനെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? പ്രദീപ് ചെയ്യുവനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ പ്രദീപിന് നമ്മളിത് പഠിപ്പിക്കുകയും പ്രദീപ് അടിക്കാൻ ഇത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു ലോക്ക്, ചെറിയ ലാസ്റ്റ് ഒരു ലോക്ക് കൊണ്ടാണ് നിർത്തുന്നത്. നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് കാര്യം ചെയ്യേണ്ട. ഒരാൾ കയറി അടിക്കുകയാണെന്നത്, അടിച്ചേ പ്രദീപ് അടിക്കുക, ബ്ലോക്ക് പണിയാണ് അടിക്കുക. ഈ മടക്കാം നീ കംപ്ലൈൻ്റ് ആക്കി. ഞാനിത് മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു സൈഡ് മാത്രമേ കാണിച്ചുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെഡി 1 ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. എന്നിട്ട് എഴുന്നേറ്റ് വെട്ടിക്ക്, ഈ കൈ വലതേക്ക് ബ്ലോക്ക് തിരിഞ്ഞ് അടിച്ച് ബ്ലോക്ക് കയറി പഞ്ച് ചെയ്തേ. ഈ ബ്ലോക്ക് ഇത് വേണ്ട, എടുത്ത് മറിച്ച് താഴെ ഇടാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് ഒറ്റയായിട്ട് ചെയ്യാം, അല്ലാതെ നമുക്കിത് ഗ്രൂപ്പായിട്ട് ചെയ്യാം. ഗ്രൂപ്പായിട്ട് ചെയ്യാൻ നേരത്ത് പ്രദീപ് പഞ്ച് ചെയ്തേ. ഈ ബ്ലോക്ക് ഇതല്ല, കടത്തിയിട്ട് ഈ തള്ളവരൻ്റെ ഈ ചെറുവിരലിൻ്റെ മധ്യത്തിൽ ചവിട്ടിയിട്ടാണ് ഇത് മുടിയെടുത്ത് മറിച്ച് താഴെ ഇടുന്നത്. പെട്ടെന്ന് ആൾ മറിയും, ബാലൻസ് ആയിട്ട് മറിയും. അപ്പോൾ ഇതാണ് ലോക്ക്. ഞാൻ ലോക്ക് പ്രത്യേകം പഠിപ്പിച്ചാൽ ഇത് ചെയ്യുന്ന നോക്കുന്ന ടെക്നിക്ക് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. എടി 1 ലോക്ക് ഇതുണ്ടാ മോനെ, ഉണ്ട് അടിച്ചേ ഈ കൈ ബ്ലോക്ക് എന്താ ബ്ലോക്ക് തിരിഞ്ഞ് അടിച്ചു കയറി പഞ്ച് ഈ ബ്ലോക്ക് വേണ്ട. എന്നിട്ട് നിലത്തിട്ട് പഞ്ച് ബ്ലോക്ക്. ഇതാണ് ടെക്നിക്ക്. ഈ ടെക്നിക്ക് നമ്മുടെ കളരിയിൽ വെട്ടുകൈ പ്രയോഗം എന്ന് പറയും. ഇതിൽ ചേരുന്നുണ്ട്, അതിലൊരു ലോക്കും കയറുന്നുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഭംഗിയായിട്ട് അടിച്ചേ. ഇതാണ് ഈ ബ്ലോക്ക്. കാല് മടക്കി അടിക്കണം. കാല് മടക്കി ഒരു ജോയിൻ്റാണ് അടിക്കുക. എടി പൊങ്ങിക്ക്, വലത് കൈക്ക് വെട്ടിക്ക്, വലത്. ഓക്കെ, ഒന്നുകൂടെ റെഡി 1 അടി ബ്ലോക്ക്. എഴുന്നേറ്റേ വെട്ടിക്ക് ബ്ലോക്ക്, തിരിഞ്ഞ് വെട്ടിക്ക്. ഇതുണ്ട്. അപ്പോൾ ജോയിൻറ്റ് തിരിഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ജോയിൻ്റെ മടക്കിന് അടിക്കുന്നു പഞ്ച് ചെയ്തേ. ഇത് സിമ്പിളായ ലോക്ക്. കാലേ ചവിട്ടി പിടിക്കണം. ശത്രു നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. എന്നിട്ട് മുടിയുടെ നെറ്റിക്ക് വെച്ചിട്ട് പഞ്ച് പെടലി പഞ്ച് ചെയ്യണം. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഇത് വൃത്തിയായിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം, പ്രദീപ് അടിച്ചേ ഈ ബ്ലോക്ക് വെട്ടിക്കേ, തിരിഞ്ഞ് വെട്ടിക്കേ, പഞ്ച് ചെയ്ത്. ഇതാണ് ബ്ലോക്ക്. കയറിയിട്ട് വലത് കാലം ചവിട്ടി പിടിക്കുക. എന്നിട്ട് ഈ കൈ വെറുതെ പൊക്കി അങ്ങനെ ഇട്ടാലും വഴി ആൾ വീഴും. അത് അഭിനയെല്ലാം വീഴ്ത്താം, തല അടിച്ച് വീഴ്ത്താം. നമുക്ക് ഈ കൈയുടെ പഞ്ച് ചെയ്തേ, ഇത് ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ പിടിക്കുക. ഇതേ മുട്ടിൻ്റെ താഴെവശം പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് മറിക്കുക. ആൾ വീഴും. നേരെ വയ്ക്കാൻ ചുവട് കുറഞ്ഞു പോകും. അതാണ് അതിൻ്റെ. അത് ചെറിയ നല്ല ബലമൊന്നും പിടിക്കണ്ട, ഒരുപാട് ആരോഗ്യം വേണ്ട. ഇതാണ് കാര്യം. അപ്പോൾ ഇതൊന്നുകൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് വളരെ ശ്രദ്ധിച്ച് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് കളരിയിൽ എല്ലാ കളരി കുറച്ച് കാലുകൾ മെയ്പ്പയറ്റ് പിന്നെ വടികളൊക്കെ ചെയ്ത് പിള്ളേർ വർഷങ്ങളോളം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇതുപോലെ ഈ കൈ തടലകൾ, ഇതുപോലെ അടിതടലകൾ, വെട്ടുകൈ പ്രയോഗം, ലോക്ക്, ഇതൊക്കെ നമ്മളൊരു 1-2 ക്ലാസ് കഴിയുമ്പോൾ ഇട്ട് കൊടുത്തിട്ടിരിക്കണം. അല്ലെങ്കിൽ പിള്ളേർ കുറേ നാളാകുമ്പോൾ മടുത്തു പോകും. അത്യാവശ്യം കുറച്ച് നമുക്ക് ഈ മെയ്പ്പൈറ്റൊക്കെ പഠിപ്പിച്ച് നമ്മളതിൽ വലിയ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ്, കരിയില്ലെന്നല്ല, നമ്മൾ പിടിച്ച് നിർത്തി ചിലവരൊക്കെ നിൽക്കും. അങ്ങനെ ഒരുപാട് കളരിയിൽ പിള്ളേർ കുറയാൻ തുടങ്ങാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണ് കളരിയിൽ പിള്ളേർ കുറയുന്നത്? കരാട്ടെ ക്ലാസ്സിന് ഞാൻ ആലപ്പുഴയാണ്, എൻ്റെ സ്ഥാപനം ആലപ്പുഴ കരാട്ടയ്ക്ക് ഒരുപാട് പിള്ളേരാണ്. പക്ഷെ അവിടെ ഇടിയും ചവിട്ടും തോഴിയുക, ഇതാണ് പിള്ളേർക്ക് ഇപ്പോഴത്തെ താല്പര്യം. പിള്ളേർക്ക് ഇതിൻ്റെ മെയ്പ്പൈറ്റിന് എന്താ ഗുണം, അല്ലെങ്കിൽ വടികളിൽ എന്താ ഗുണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി, ഒത്തിരി ബോധമുള്ളവർക്കും അത്യാവശ്യം അറിവുള്ളവർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇച്ചിരി എടുത്ത പിടിയെന്നും പറഞ്ഞു ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരൊക്കെ ഈ മെയ് ചവിട്ടാൻ വേണ്ടി കളരി വരത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കാണ് കൂടുതലും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ സാധനമുണ്ട്. ഇതിൻ്റെ തടല എന്ന് പറയാം. ഒരു തടല നമ്മൾ ആദ്യം പഠിപ്പിക്കും. എങ്ങനെയാണ് തടല പഠിപ്പിക്കുന്നത്? ഒരു മുട്ടുകൈ കൊണ്ട് തടല,
അപ്പോൾ നമ്മളത് പഠിപ്പിക്കുന്നത് റെഡി 1 ബ്ലോക്ക് ചെയ്യുന്നത് 2 3 4 5 6 ഇങ്ങനെ നമ്മൾ ബ്ലോക്ക് പഠിപ്പിക്കും. അടിത്തല്ല ഇങ്ങനെ തടലയൊക്കെ പഠിപ്പിക്കും. അപ്പോൾ എങ്ങനെ അടിച്ചാലും നമ്മൾ പിടിക്കണം, അതിൻ്റെ ഭാഗമാണ്. പ്രദീപ് ഒന്ന് അടിച്ചേ കയറി ബ്ലോക്ക്. ഈ മുട്ടുക കണ്ട ഈ കൈയുടെ ഈ ഭാഗം കൊണ്ട് പ്രദീപിനെ ചെന്നിക്കിടിക്കാം. പെട്ടെന്നൊരു കൊട്ട് വെച്ച് കൊടുത്താൽ മതി. ഒന്നും നോക്കിയാൽ റെഡി 1 ഒരു ബ്ലോക്ക് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്ത് ടെക്നിക്സ് കണ്ട ഇവിടെ ചെന്നിക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതാണ് റെഡി 1 2 3 4 5 6. അപ്പം നമ്മൾ എനർജി ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പഠിപ്പിക്കണം. ഒരാൾ കരുത്തുള്ള ഒരാൾ അടിച്ചാൽ തലക്കടിച്ച് ബ്ലോക്ക് ചെയ്യാൻ പഠിക്കണം. പഞ്ച് ചെയ്ത് ബ്ലോക്ക് പഞ്ച് ചെയ്ത് തടലയാണ് നമുക്ക് ഒരടിക്ക് 2 തടല വെച്ച് പിള്ളേരെ പഠിപ്പിക്കണം. തല്ല് കൊള്ളരുത്, തല്ല് കൊള്ളാതെ ഇരിക്കുക ഒരു ക്രിയ പഠിപ്പിക്കുക എന്നാണ് കളരി. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നമുക്ക് ടെക്നിക്കൊക്കെ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ റെഡി 1 എടുത്തിട്ട് അടിക്കുക, റെഡി എഴുതിയിട്ട് വെട്ടിക്ക് ബ്ലോക്ക് കണ്ട. ഈ ബ്ലോക്ക് ഇടി കൂടെയാണ്. അപ്പോൾ ഇടിക്കുന്നില്ല നമ്മളിവിടെ, തിരിഞ്ഞ് വെട്ടിക്ക് ബ്ലോക്ക് റെഡി. നീ പറഞ്ഞേ ഇടിച്ച് ബ്ലോക്ക്. ശത്രു വിട്ടുപോരുത്, വിട്ടുപോകാതിരിക്കാൻ വേണ്ടി കാലെ ചവിട്ടി പിടിച്ചാണ്. എന്നിട്ട് നെറ്റിക്കത്തെ പൊടി കൂടെ വലിച്ച് നിലത്തിടണം. നിലത്തിട്ട് പഞ്ച്. ഓക്കെ, നിങ്ങൾ ഒരു വട്ടം ഇവിടെ നിൽക്കുമ്പോഴേ ഒരു വട്ടം കൂടെ ശ്രദ്ധിച്ചോ. ടെക്നിക്ക് പഠിക്കാൻ നേരത്തെ ഇപ്പം പ്രത്യേക കാല് മടക്കി അടിച്ച് ബ്ലോക്ക് നോക്കിക്കണം, അടിച്ച് ആ കാലായിട്ട് അടിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു കാല് പോകാത്ത അടുത്ത കാലായിട്ട് അടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. പ്രദീപ് അടിച്ച് നമ്മൾ കൈയുടെ പൊങ്ങാൻ നേരത്തെ കൈയുടെ ദിവിടെ അടിച്ച് പൊക്കിക്കളാണ്, മനസ്സിലായി? അപ്പോൾ കാല് മടക്കി അടി കുറേ രീതിയിലുണ്ട്, അത് ഇങ്ങനെയൊക്കെ ഉപകരിക്കും. അതിനാണ് നമ്മൾ കാല് മടക്കി അടി നല്ല വൃത്തിയായിട്ട് അടിക്കുക. എപ്പോഴും കാല് മടക്കി അടിക്കാനത്തൊരു ശ്രദ്ധിച്ചോണം. നമ്മളെല്ലാവരും അടിക്കുന്നത് നേരെ അടിക്കണം, ഇങ്ങനെ അടിക്കണം. അങ്ങനെയല്ല യഥാർത്ഥമായിട്ട് കളരിൽ കാല് മടക്കി അടിക്കണം. അടിക്കാതെ ഇങ്ങനെ അടിക്കണം. എന്താ പ്രദീപ് അടിച്ചേ? അല്ല കൈക്കടിച്ചേ, കൈക്ക് റെഡി 1 കൈക്ക് എങ്ങനെ അടിക്കണേ പ്രദീപേ? അടി എന്താ ഒന്നുകൂടാ റെഡി 1 അടിച്ച് കയറ്റുക. അപ്പോൾ കൈക്കടിക്കാൻ നേരത്തെ നമ്മൾ കാല് കൊണ്ടടിക്കുക, കാല് കൊണ്ടടിയാൻ തടഞ്ഞ് പഞ്ച് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. പ്രദീപ് അടിച്ച് ബ്ലോക്ക് വിത്ത് അറ്റാക്ക് അടിച്ച് റെഡി എഴുന്നേറ്റ് വെട്ടിക്ക് ബ്ലോക്ക്, തിരിഞ്ഞ് വെട്ടിക്ക് അടിച്ച് പഞ്ച് ചെയ്തേ ബ്ലോക്ക് ഇതേ കിടത്തി. അപ്പോൾ എൻ്റെ ചവിട്ട് നോക്കണം, എൻ്റെ കൈയും നോക്കണം. പ്രദീപ് ഇങ്ങോട്ട് വന്നേ. ഞാനത് ആളെ എഴുന്നേറ്റ് നമ്മളെ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി പഞ്ച് ചെയ്ത് ഒരു ബ്ലോക്ക് ഇത് വേണ്ട. ദേ ചവിട്ടി ഇവിടെ പിടിച്ച് ദേ ചവിട്ടി പിടിച്ചാണ്, കാല് എടുത്തൊന്നും ചെയ്യരുത്. അപ്പോൾ അതാണ് ആ ടെക്നിക്ക് ക്ലിയറായിട്ട് ചെയ്യുന്നത്. കാലേന്ന് ചവിട്ട് വിട്ടാൽ ആ കാല് കൊണ്ട് ചവിട്ടാം, ശത്രു നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. പഞ്ച് ചെയ്ത് ഈ ബ്ലോക്ക് അതെ ഉടനെയൊക്കെ ചവിട്ടി പിടിക്കുക. ഇതെന്താ പിടിക്കുക, ഇത് മുട്ടിന് താഴെ നേരെ പൊക്കി കൊടുത്താൽ മതി, ആൾ വീഴും. അത് എടുത്തടിച്ച പോലെ വാഴ വെട്ടിയിട്ട പോലെ വീഴും. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. റെഡി 1 അടിച്ച് 1 എന്നിട്ട് അടിച്ചിട്ട് ഇവരെ ചവിട്ടി പിടിക്കുക. നീ പറഞ്ഞേ വെട്ടിക്ക് ബ്ലോക്ക്, തിരിഞ്ഞ് വെട്ടിക്ക് കയറി പഞ്ച് ചെയ്ത് ബ്ലോക്ക്. കണ്ടല്ല, ഇനി നമ്മളൊന്നും ചെയ്യേണ്ട. ഇതാണ് വിദ്യ. ചെറിയ ആരോഗ്യം മതി, ഒരുപാട് കരുത്ത് വേണ്ട. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ഒരുപാട് അടിത്തടല കളരിയിലുണ്ട്. അപ്പം നമ്മൾ അത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫലപ്രദമാണെന്ന് നിങ്ങൾ നോക്കുക. നല്ല ആരോഗ്യം വേണം. കാലുമടക്കി ഒരു കലട്ട് എഴുതുമ്പോൾ ബാലൻസ് പോകണം. ആ ബാലൻസ് ഒന്നടിച്ച് പോകണം. എന്തെങ്കിലും ദേ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചവിട്ടി പിടിക്കണം. ഇങ്ങനെ ചവിട്ടി പിടിക്കുക. അടിച്ച് മടങ്ങുകയാണ് മുട്ടുകാൽ വെച്ച് അമർത്തി പിടിക്കുക. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് അഭിപ്രായം എഴുതുക. എന്തെങ്കിലും ചോദിക്കാനുള്ളത് ചോദിക്കുക, കൃത്യമായ മറുപടി തരും. അറിയാവുന്നതാണെങ്കിൽ കൃത്യമായ മറുപടി ചെയ്യും. അടുത്ത ഒരു
പുതിയ വീഡിയോ വീണ്ടും കാണാം. നമസ്കാരം.